ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360യിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം KCT എക്സാമിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് ആദ്യം വാച്ച് ചെയ്തതിന് ശേഷം സെക്കൻഡ് പാർട്ട് ഒന്ന് വാച്ച് ചെയ്യാം. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ഇതിന്റെ അപ്ലിക്കേഷൻസ് എങ്ങനെ മൂവ് ചെയ്യാം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുകളിൽ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതിന്റെ KCT എക്സാമിന്റെ അപേക്ഷ പ്രക്രിയകൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇൻസൈറ്റ് 360 ആപ്പ് വഴി സിംഗിൾ ക്ലിക്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻസ് മൂവ് ചെയ്യാം. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ മൂവിംഗ് ടൈമിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമ്മുടെ ഇൻസൈറ്റ് 360യുടെ മെന്റേഴ്സ് ആയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് അവരുടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലിക്കേഷൻസ് മൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സുകളെല്ലാം തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് വെക്കാം. അപേക്ഷ പ്രക്രിയയിൽ പ്രധാനമായിട്ടും താഴെ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ പ്രോപ്പറായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ടൈമിൽ കൊടുത്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. ഇതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് തുടർന്ന് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ, അതുപോലെ നിങ്ങളുടെ വിലാസം തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ ഫോമിൽ കൃത്യമായിട്ട് നിങ്ങൾ പൂരിപ്പിക്കണം. അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള വലിപ്പത്തിലും ഫോർമാറ്റിലും ആവശ്യമായിട്ടുള്ള രേഖകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയും വേണം. ഇതിനുശേഷം അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അടയ്ക്കാം. അവസാനമായി നൽകിയ വിവരങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അപേക്ഷ അവസാന തീയതി വരെ കാത്തു നിൽക്കാതെ നേരത്തെ തന്നെ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അവസാന നിമിഷം ഉണ്ടാകാനുള്ള സർവ്വ തകരാറുകളെല്ലാം തന്നെ നിങ്ങൾ ഒഴിവാക്കുക. മാക്സിമം എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള എക്സാംസുകളെല്ലാം അപ്ലിക്കേഷൻസ് നിങ്ങൾ മൂവ് ചെയ്യാം. പേയ്മെന്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരാജയങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കും. സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവര് അപേക്ഷാവേളയിൽ തന്നെ കൃത്യമായിട്ട് വിവരങ്ങൾ നിങ്ങൾ നൽകണം. പിന്നീട് നിങ്ങൾ തെറ്റായ വിവരങ്ങൾ നൽകിയതായിട്ട് കണ്ടാൽ അപേക്ഷ നിങ്ങളുടെ റിജക്ഷൻ ആവാനായിട്ടുള്ള ചാൻസസുകളുണ്ട്. അതുപോലെ തന്നെ അപേക്ഷ ഫോമിൽ ഒരു കറക്ഷൻ വിൻഡോ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങളുടെ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ അവ തിരുത്തുന്നതിനായിട്ട് ഓൺലൈൻ കറക്ഷൻ വിൻഡോ സൗകര്യം ലഭ്യമാകും. അപ്പോൾ ഇതിനായിട്ടുള്ള ഔദ്യോഗിക രീതികൾ പിന്നീടാണ് പ്രഖ്യാപിക്കുക. അപ്പോൾ ആ ടൈമിൽ നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഇൻസൈറ്റ് 360 ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇൻബോക്സിനകത്ത് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് നമ്മൾ അയക്കുന്നതായിരിക്കും. ഈ ഘട്ടത്തിൽ വിവരങ്ങൾ തിരുത്തുന്നതിന് പ്രത്യേക ഫീസൊന്നും നിങ്ങൾ നൽകേണ്ടതില്ല. എന്നാൽ എല്ലാ വിവരങ്ങളും തിരുത്താനായിട്ട് സാധിക്കില്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തിരുത്തുകൾ വരുത്താൻ ഒരു അവസരം മാത്രമേ ലഭിക്കൂ എന്നതിനാൽ വളരെ ജാഗ്രതയോടുകൂടി വേണം നിങ്ങൾ മാറ്റങ്ങൾ വരുത്താനായിട്ട്. ഔദ്യോഗിക വെബ്സൈറ്റിലെ തിരുത്തലുകൾക്കായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു OTP ലഭിക്കും. ലോഗിൻ ചെയ്ത ശേഷം തെറ്റായ വിവരങ്ങൾ മാറ്റുകയും കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ നൽകി വീണ്ടും നിങ്ങൾ സബ്മിഷൻ ചെയ്യുക. മാറ്റങ്ങൾ വരുത്തിയ ശേഷം ഫോം വീണ്ടും നിങ്ങൾ സമർപ്പിക്കുക. ഹൗ മെനി കോഴ്സ് ക്യാൻ ബി സെലക്റ്റഡ് ഇൻ ദ KCT ആപ്ലിക്കേഷൻ ഫോം. അതായത് വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാൻ ഓരോ തവണയും പ്രത്യേക അപേക്ഷാ ഫോമുകൾ പൂരിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. ഒരൊറ്റ അപേക്ഷാ ഫോമിൽ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒന്നിലധികം കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം KCT ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് KCTയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷിക്കാം. അതുപോലെ തന്നെ ലളിതമായ പ്രക്രിയകളിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ സമയം ലാഭിക്കാനും ഒരേ സമയം തന്നെ പല മേഖലകളിലെ പ്രവേശന സാധ്യതകൾ പരിശോധിക്കാനും സാധിക്കും. KCTയുടെ കൗൺസിലിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ രജിസ്ട്രേഷന് മുൻപായിട്ട് തന്നെ തങ്ങളുടെ പക്കലുള്ള എല്ലാ രേഖകളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപേക്ഷാ ഫോമിലും സർട്ടിഫിക്കറ്റുകളിലും മാതാപിതാക്കളുടെ പേര് ഒരുപോലെ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമാണ്. 10ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റിലെ പേരും അപേക്ഷാ ഫോമിലെ പേരും തമ്മിൽ സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് പ്രവേശന നടപടികളെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ KCT അപേക്ഷാ ഫോമിലെ തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയ വിദ്യാർത്ഥികളെ തുടർ നടപടികളിൽ നിന്ന് കർണാടക എക്സാമിനേഷൻ അതോറിറ്റി ഒഴിവാക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു പരിഹാരമാർഗം എന്ന നിലയിൽ വിദ്യാർത്ഥികൾ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കി കയ്യിൽ കരുതേണ്ടത് നല്ലതാണ്. പേര് തെറ്റായി വരാനുള്ള കാരണവും യഥാർത്ഥ പേരും വ്യക്തമായിട്ട് നിയമപരമായി തയ്യാറാക്കിയ സദ്വാക്യം മൂലം കൗൺസിലിംഗ് സമയത്ത് രേഖകളുടെ പരിശോധനയിൽ നിങ്ങൾക്ക് അത് സഹായിക്കും. എന്നിരുന്നാലും അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോഴും തിരുത്തലുകൾ വരുത്താനുള്ള അവസരം ലഭിക്കുമ്പോഴും പരമാവധി കൃത്യത പാലിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ KCT അപേക്ഷാ ഫീസ് KCT പരീക്ഷയ്ക്കായിട്ട് ഒരിക്കൽ അടച്ച അപേക്ഷാ ഫീസ് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് കർണാടക എക്സാമിനേഷൻ അതോറിറ്റി തിരികെ തരുന്നതല്ല. അപേക്ഷകൻ പരീക്ഷയ്ക്ക് ഹാജരായില്ലെങ്കിലും ഫീസ് റീഫണ്ട് ആയിട്ട് ലഭിക്കില്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇതിനുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. വിജയകരമായ ഒരു പഠന പദ്ധതി തയ്യാറാക്കുക എന്നതാണ് KCTയിൽ മികച്ച സ്കോർ നേടാനുള്ള ഏക വഴി. അവസാന നിമിഷത്തെ ഒരു റിവിഷനായിട്ട് ഓരോ അധ്യയനത്തിലും പ്രധാന പോയിന്റുകൾ ഉൾപ്പെടുത്തി സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഇത് കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തെടുക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. ഒരു ടൈം ടേബിൾ നിങ്ങൾ ഫോം ചെയ്യുക. എല്ലാ വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു ടൈം ടേബിൾ നിർമ്മിക്കുക. ഒരു ദിവസം കുറഞ്ഞത് ഒരു 6 to 8 hours വരെ നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റിവെക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഷോർട്ട് ബ്രേക്സുകൾ എടുക്കാം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളും സിലബസുകളെല്ലാം ആദ്യം സിലബസ് പൂർണ്ണമായിട്ട് നിങ്ങൾ പഠിച്ചു തീർക്കുക. അതിനുശേഷം മാത്രമാണ് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ പാടുള്ളൂ. സിലബസ് തീർക്കാതെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലേക്ക് പോകുന്നത് അത് അത്രയും നല്ലൊരു ഗുണകരമായിട്ടുള്ളൊരു കാര്യമല്ല. ഏത് വിഷയത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് മനസ്സിലാക്കാൻ മുൻ വർഷത്തെ പേപ്പറുകൾ നിങ്ങളെ സഹായിക്കും. 2026 എക്സാം കാലണ്ടർ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ജാനുവരി 22 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപേക്ഷ ഫോം നമുക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നത് January 17 തൊട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് April 22 എക്സാം വരുന്നത്. പ്രധാന പരീക്ഷാ തീയതികൾ 23, 24 April 26 കന്നഡ ഭാഷയിലുള്ള എക്സാംസുകളാണ്. ഇതിൻ്റെ എക്സാം മാർക്ക് രീതി പരീക്ഷ ഓഫ്ലൈൻ രീതിയാണ്. പെൻ ആൻഡ് പേപ്പർ മോഡാണ്. ഓരോ ശരീരത്തിനും 1 മാർക്ക് ലഭിക്കും. തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നത് ഈ പരീക്ഷയുടെ വലിയൊരു പ്രത്യേകത കൂടിയാണ്. ഇപ്പോൾ ഉത്തരം നൽകാൻ വിട്ടുപോയ ചോദ്യങ്ങൾക്ക് മാർക്ക് കുറയ്ക്കില്ല. അപ്പോൾ ഉത്തരങ്ങൾ OMR ഷീറ്റിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഒരു ചോദ്യത്തിന് ഒന്നിലധികം ഉത്തരങ്ങൾ രേഖപ്പെടുത്തിയാൽ അത് തെറ്റായ ഉത്തരമായിട്ട് കണക്കാക്കും. അപ്പോൾ ഫിസിക്സിലെ ഒരു 60 ക്വസ്റ്റ്യൻസും 80 മിനിറ്റ് ആണ് വരിക. കെമിസ്ട്രിയിൽ 60 ക്വസ്റ്റ്യൻസ് 80 മിനിറ്റ്സ്, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി 60 ക്വസ്റ്റ്യൻസ് 80 മിനിറ്റ്സ് ആണ് നമുക്ക് പേപ്പർ ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിനായിട്ട് നിങ്ങൾക്ക് ഇൻസൈറ്റ് 360യുടെ സോഷ്യൽ മീഡിയ പേജസുകളെല്ലാം തന്നെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് എക്സാംസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി ഇൻസൈറ്റ് 360യുടെ മെൻറ്റേഴ്സായിട്ട് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്.